ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ മരണത്തിനു പിന്നാലെ ഹിസ്ബുള്ള സകല കരുത്തും പ്രയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ 12 മണിക്കൂറിനിടെ 6 ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത്. ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടുന്നു. IDFൻ്റെ 146-ാം ഡിവിഷൻ കമാൻഡിൻ്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ച് തകർത്തെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. നേരത്തെ ഇസ്രായേലിൻ്റെ മിഷഫ് അലോൺ സൈനിക താവളം ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു. ഓഗസ്റ്റ് 10-നായിരുന്നു ഇവിടെ ആക്രമണം നടത്തിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സും ആക്രമിച്ച് ശക്തമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നൽകുന്നത്. ഇറാൻ ആക്രമണത്തിന് മുമ്പ് ഇസ്രായേലിനെ ഭയപ്പെടുത്തലാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാൻ ഉടൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന സൂചനയാണ് നിരന്തരമായ ഹിസ്ബുള്ളയുടെ ആക്രമണം നൽകുന്നത്. ഒക്ടോബർ 12 മുതലാണ് ഹിസ്ബുള്ള ആക്രമണ പരമ്പര തുടങ്ങിയത്. വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം. പുതിയ പ്രസിഡന്റ് പെസഷ്കിയൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തിയത്. തെഹ്റാനിലെ അതീവ സുരക്ഷയുണ്ടായിരുന്ന താമസ സ്ഥലത്ത് വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു. ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹനിയ. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഹനിയയെ ഇസ്രായേൽ വധിച്ചതെന്ന വിവരവും പിന്നാലെ പുറത്തു വന്നു. ഹനിയ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന റിപ്പോർട്ടുകൾക്കിടെ പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം അമേരിക്ക വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടെ അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് US നേവിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ നാവികസേന വെറും തീരദേശ സേനയല്ലെന്നും സമുദ്രത്തിൽ ആക്രമണം നടത്താനുള്ള ശേഷി സേനയ്ക്കുണ്ടെന്നുമാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഉപരോധം ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഇറാൻ്റെ നേവിക്ക് കപ്പലുകൾ വിന്യസിക്കാനുള്ള ശേഷിയുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടെന്നും ഇറാൻ്റെ കമാൻഡർ ഹാജ് സുലൈമാനി പറഞ്ഞു. പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് അമേരിക്ക ഗൈഡഡ് മിസൈൽ സബ്മറൈൻ അയച്ചതിന് പിന്നാലെയാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നത്. നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് കമാൻഡർ അമേരിക്കയ്ക്ക് താക്കീത് നൽകുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അടുത്തിടെ ഒരു പ്രധാന സൈനിക പരിപാടി നടത്തിയിരുന്നു. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുന്നോടിയാണ് സൈന്യത്തിൻ്റെ ഈ പരിപാടി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.